നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒട്ടും ഓയിൽ ചേർക്കാതെ മുട്ട ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയ ഹെൽത്തി ആയിട്ടുള്ള മയണൈസും അതുപോലെ ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ. ഈ സാൻഡ്വിച്ച് ഒരെണ്ണം കഴിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ടി വരില്ല കഴിക്കാൻ. നോമ്പുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇത്. ആദ്യം തന്നെ നമുക്ക് മയണൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി 100 ഗ്രാം പനീർ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 100 ഗ്രാം ഒട്ടും പൊളിയില്ലാത്ത കട്ട തൈര് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി 3-4 അല്ലി വെളുത്തുള്ളി, പിരിയമുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് കുരുവൊക്കെ മാറ്റിയത് ഒരു 4 എണ്ണം. ഇത് തികച്ചും ഓപ്ഷണലാണ്. മയണൈസിന് ലൈറ്റ് റെഡ് കളർ കിട്ടും. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 2 നുള്ളി ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത്. ഇത് ചേർത്താൽ നല്ല ഫ്ലേവർ കിട്ടും മയണൈസിന്. പിന്നെ കുറച്ച് തേൻ, ഉപ്പ് ഇതെല്ലാം മിക്സഡ് ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള മയണൈസ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സാൻഡ്വിച്ച് തയ്യാറാക്കാനായി കുറച്ച് വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ബോയിൽ ചെയ്ത സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കനം കുറച്ചരിഞ്ഞ് ബൗളിലേക്ക് ഇട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ മയണൈസ് ഒരു 3-4 ടേബിൾ സ്പൂൺ വെജിറ്റബിളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. അടുത്തതായി 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചിക്കൻ എടുക്കാം. 2 നുള്ളി നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ളി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം പനീറിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കി വളരെ കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും പാനിലേക്ക് ഇട്ട് പനീർ പീസുകൾ അതിലേക്ക് ഇട്ട് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഓരോ സൈഡും 1 മിനിറ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ. പനീറിന്റെ സോഫ്റ്റ്നെസ് പോകരുത്. 1 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 ബ്രെഡ് സ്ലൈസ് എടുത്ത് 2ലും മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ തേച്ച് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ബട്ടർ പുരട്ടിയതിന് ശേഷം വെജിറ്റബിൾ ഫില്ലിങ് ബ്രെഡ് സ്ലൈസിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം പനീർ പീസ് വെജിറ്റബിളിന് മുകളിൽ വെച്ച് ഒരു ചീസ് സ്ലൈസ് കൂടി വെച്ച് അതിന് മുകളിൽ ബ്രെഡ് സ്ലൈസ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രിൽ പാനോ ചൂടാക്കി വളരെ കുറച്ച് ബട്ടർ ഇട്ട് സാൻഡ്വിച്ച് പാനിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് മൊരിയിച്ചെടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. പനീറിന് പകരം ചിക്കൻ വെച്ചും തയ്യാറാക്കാട്ടോ, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്